ഡ്രൈവറെ വിളിച്ച് ലൊക്കേഷൻ വേണമല്ലോ എന്നും ഇതൊന്നും ഇല്ലാത്തൊന്നും അല്ല. 4 മണിക്ക് പോയി. അപ്പം പോയി നല്ല പൊള്ളായിട്ട് വേഴ്സറ്റൈൽ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാല് ശരിക്കും രേഖ. ഞാൻ പറഞ്ഞു എന്റെ പാട്ട് എന്തിനും കൊള്ളാം എന്ന് പറയും പൊള്ളേട്ടനോട്. ഹായ്, പ്രവാസ ജീവിതത്തിലെ മിന്നും താരങ്ങൾ ഈ ടോപ്പിക്കിലെ ടോക്ക് ഷോയ്ക്ക് ഇന്ന് നമ്മുടെ അതിഥിയായി എത്തുന്നത് മറ്റാരുമല്ല, 4 പതിറ്റാണ്ടിലേറെയായി ഈ പ്രവാസ ലോകത്ത് പ്രകൃതിയോടും ചെടികളോടും പൂക്കളോടും ഇണങ്ങിച്ചേർന്ന് ആ ഊഷ്മളത ഓരോ മലയാളികളുടെ മനസ്സിലും ഒരു കവിതയായും കഥയായും ഗാനമായും നിറയ്ക്കുകയും ഒരുപാട് ബഹുമതികളും പുരസ്കാരങ്ങളും വാരിക്കൂട്ടി UAE-യിലെ സാമൂഹിക ചാരിത്രിക പ്രവർത്തക, ബിസിനസ് സ്ഥാപക എന്നീ നിലയിൽ പ്രശസ്തയായ മിസ്സിസ് ഷീല പോൾ, നമ്മുടെ സ്വന്തം ഷീല ചേച്ചി. നമസ്കാരം ഷീല ചേച്ചി. നമസ്കാരം. ഷീല ചേച്ചിയുടെ ഈ സാഹിത്യം പാതയെ കുറിച്ച് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാമോ? തീർച്ചയായും. ഞാന് ചെറിയ കാലം മുതൽക്ക്, അതായത് ഒരു 13 വയസ്സ് മുതൽ കവിത എഴുതി തുടങ്ങി. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ പൂനെയിൽ നിന്ന് മാതാപിതാക്കള് ഗ്രാൻഡ് മദറിന്റെ ആവശ്യപ്രകാരം കേരളത്തിലേക്ക് അയക്കുകയായിരുന്നു. അപ്പം ഞാനും ഗ്രാൻഡ് മദറും ഒരുപാട് ജോലിക്കാരും അടങ്ങുന്ന ഒരു ജീവിതമായിരുന്നു. തികച്ചും ഏകാന്തമായ ജീവിതം. ഒരുപാട് സ്ഥലമുണ്ട്, പുഴകളുണ്ട്, മലകളുണ്ട്. അതിന് നടുക്കായിരുന്നു വീട്. അപ്പം പിന്നെ ഏകാന്തതയും കിളികളും മൃഗങ്ങളും ചെടികളും പൂക്കളും ഒക്കെ ആയിട്ട്, പുഴുക്കളും ഒക്കെ ആയിട്ടുള്ള ഒരു ജീവിതം. അതൊക്കെ ശരിക്കും എൻജോയ് ചെയ്തു ആ ഏകാന്തതയിൽ. അപ്പൊ ഞാൻ കവിത എഴുതി തുടങ്ങി. പിന്നെ അതിനും താഴെ വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ നൃത്തം ചെയ്യാൻ മമ്മിയുടെ കസിൻസ് പിള്ളേരും ഒക്കെ ആയിട്ട് നൃത്തം ചെയ്യാൻ അവർ പഠിപ്പിക്കും. അപ്പൊ വളരെ ചെറുപ്പത്തിലെ തന്നെ ഹിന്ദി പാട്ടും ഒക്കെ റെക്കോർഡ് പ്ലെയർ വെച്ചിട്ട് നൃത്തം ചെയ്യാൻ പറയും. അപ്പൊ എനിക്ക് നൃത്തം ഒരു ഹരമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ സംഗീതം പഠിക്കണമെന്ന് പറഞ്ഞു. അന്നൊക്കെ നല്ല ഗുരുക്കന്മാരെ തിരഞ്ഞെടുത്തിരുന്നു. പിന്നെ ഗ്രാൻഡ് മദറും നല്ല നല്ല ബുക്സ് ലൈബ്രറിയിൽ നിന്ന് കൊണ്ടുവരികയും അത് വായിപ്പിക്കുകയും പത്രങ്ങളൊക്കെ ഹിന്ദു ആയിട്ടും ഇന്ത്യൻ എക്സ്പ്രസ് ആയിട്ടും മനോരമയൊക്കെ വായിച്ചിരിക്കണമെന്ന് നിർബന്ധമായിരുന്നു. ഇപ്പൊ ഗ്രാൻഡ് മദർ ആണേലും ബേക്കർ സ്കൂളിന്റെ ബോർഡിങ്ങിൽ വളർന്ന ഒരാളാണ്. അപ്പം അത് മദാമ്മമാരുടെ സ്കൂളായിരുന്നുകൊണ്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നല്ല ഡിസിപ്ലിനുള്ള ഇതില് വളർന്നവരായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അതേ ട്രെയിനിങ് എനിക്കും കിട്ടി. അപ്പൊ അതൊക്കെ ആയിരുന്നു അതിന്റെ തുടക്കം. പിന്നീട് മുന്നോട്ട് ഞാൻ എഴുതി തുടങ്ങിയപ്പോൾ സ്കൂൾ മാഗസീനിലും അല്ലാതെയുള്ള മാഗസീനിലും ഒക്കെ അത് പ്രസിദ്ധപ്പെടുത്തി തുടങ്ങി. അങ്ങനെയാണ് പിന്നീട് കോളേജ് മാഗസീനിൽ ഞങ്ങൾക്ക് ബെസേലിയൻ എന്ന് പറഞ്ഞ ഒരു മാഗസീൻ ഉണ്ടായിരുന്നു. അതിലും ഞാൻ സിനിമാ നിരൂപണവും പിന്നെ സാഹിത്യ നിരൂപണവും ഒക്കെ നടത്തിയിരുന്നു. അങ്ങനെയാണ് കൂടുതലും എഴുത്തിലേക്ക് വന്നത്. പക്ഷെ കലയും ഞാൻ സാഹിത്യത്തെക്കാൾ കൂടുതൽ സ്നേഹിച്ചിരുന്നു, കലയെയും. ചേച്ചിയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയത് ഏതാ? കഥയാണോ, കവിതയാണോ, അതോ സിനിമ ഗാനരചയിതാവാണോ, അതല്ലോ ഡ്രാമയാണോ? ഒരുപാട് എല്ലാ മേഖലകളും ഒരുപോലെ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണല്ലോ. അപ്പൊ കൂടുതൽ ഏതാണ് സ്വാധീനം ചെലുത്തിയത്? മോളെ, അങ്ങനെ പറയാൻ പറ്റില്ല. നമുക്ക് കലയും സാഹിത്യവും തന്നാല് നമ്മൾ അത് തന്നെയായിരിക്കും. അതായത് ദൈവത്തിന്റെ ഒരു ആത്മാംശം, അതാണ്. ആ ആത്മാവിന്റെ ഒരു അംശമാണ് നമ്മൾ അതായി തീരുക ചെയ്യുന്നത്. ഏതിലാണെന്ന് വെച്ചാൽ ഒന്നുകിൽ ചിലർക്ക് സാഹിത്യം മാത്രമായിരിക്കും, ചിലർക്ക് കല മാത്രമായിരിക്കും. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ 3 വർഷവും ഞാൻ തന്നെ സ്ക്രിപ്റ്റ് എഴുതി ഞാൻ ആക്ട് ചെയ്ത് 3 വർഷം കോൺസിക്യൂട്ടീവായിട്ട് ബെസ്റ്റ് ആക്ട്രസുമായിരുന്നു. അപ്പൊ ഏത് കല്ലല്ല, അതിൽ സംഗീതം മാത്രമാണ് എനിക്ക് ഭയം. എങ്കിലും ഞാൻ കുറച്ച് കോളേജിലെത്തിയപ്പോഴത്തേക്കിന്
ഞാൻ സംഗീതം പഠിച്ചു, ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചു. അതിനു മുമ്പൊക്കെ കുറച്ച് പാടുമെങ്കിലും ഞാൻ ഒരിക്കലും ഒറ്റയ്ക്ക് പാടാൻ ധൈര്യമില്ലായിരുന്നു. സംഗീതത്തിൽ മാത്രമേ എനിക്ക് ധൈര്യമില്ലായിരുന്നു ഒറ്റയ്ക്ക് പാടാൻ. പക്ഷെ സംഗീതത്തെക്കുറിച്ച് ജ്ഞാനമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ക്ലാസിക്കൽ പഠിക്കുകയും ചെയ്തത്. എൻ്റെ താളമായി അതെന്താണെന്ന് എനിക്കറിയില്ല. അതാണ് എന്നിലുള്ള ഒരു കുഴപ്പം. അതെന്റെ ഭയം കൊണ്ടായിരിക്കാം. പാടുമോ എന്ന് ചോദിച്ചാൽ പാടും, അത്ര തന്നെ. പക്ഷെ ഏറ്റവും കഴിവ് കുറവ് സംഗീതത്തിലാണ്. എന്നാൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും സംഗീതത്തെയാണ്. സംഗീതം, ക്ലാസിക്കൽ മ്യൂസിക് ഒത്തിരി ഇഷ്ടമാണ്. പിന്നെ ഫ്ലൂട്ട് ഭയങ്കര ഇഷ്ടമാണ്. പൂക്കൾ വളരെ ഇഷ്ടമാണ്. കൊച്ചു കുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. കവിത എൻ്റെ ജീവനാണ്. അപ്പൊ ചേച്ചിയുടെ എല്ലാ സൃഷ്ടികളിലും ഈ പൂക്കളും എന്താ പറയാ പുല്ലുകളും പിന്നെ എല്ലാ കിളികളൊക്കെ ഒരു ടോപ്പിക് ആയിരിക്കും അല്ലേ? കൂടുതൽ ചേച്ചി തെരഞ്ഞെടുക്കുന്ന ടോപ്പിക് ഇത്തരം ടോപ്പിക്കാണോ, അതല്ല മാനുഷിക മൂല്യങ്ങളുള്ള അതോ വിചാരങ്ങളാണോ? ഏത് ടോപ്പിക്കാണ് കൂടുതൽ? അത് ചെറുകഥയിലായാലും സാഹിത്യത്തിലായാലും അത് ഏത് ടോപ്പിക്കാണ്? അങ്ങനെ പ്രത്യേക ടോപ്പിക് ചൂസ് ചെയ്യാറ്? ടോപ്പിക് ഇല്ല മോളെ. എങ്കിലും ഞാന് മനുഷ്യനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതായത് ദൈവവും പ്രപഞ്ചവും മനുഷ്യനും കൂടി ചേരുന്നതാണ് ഏറ്റവും വലിയ ശക്തി. ആദ്യം ദൈവത്തിൽ വിശ്വസിക്കുക, പിന്നെ ഈ പ്രപഞ്ചത്തെ നമ്മൾ മാക്സിമം ഒബ്സർവ് ചെയ്യുക, പഠിക്കുക. നമുക്ക് തന്നെ ഈ പ്രപഞ്ചം എത്ര സുന്ദരമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പം അതിനെയെല്ലാം നിരീക്ഷിക്കാം. ചിലപ്പോൾ നമുക്ക് തോന്നും മനുഷ്യനേക്കാൾ മഹത്വമുണ്ട് കിളികൾക്കും മൃഗങ്ങൾക്കും അതിൻ്റെ സ്നേഹപ്രകടനങ്ങൾക്കും. അതിലൊക്കെ ഒത്തിരി നിർമ്മലത നമ്മൾ കാണാറുണ്ട്. പിന്നെയും മനുഷ്യനാണ് ആ നിർമ്മലത ഇപ്പം കുറഞ്ഞു പോകുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ അതിനെയെല്ലാം ബേസിക് ആയിട്ട് മനുഷ്യ ജീവിതത്തെയാണ് ഞാൻ അപഗ്രഥിക്കാറുള്ളത്. അവരെയാണല്ലോ പ്രകാശത്തിലേക്ക് നമുക്ക് നയിക്കേണ്ടത്. ചേച്ചിയുടെ സൃഷ്ടികളിൽ ഒരു കരിയർ ബ്രേക്ക് സംഭവിച്ചു, അല്ലെങ്കിൽ ഓക്കെ ചെറുപ്പത്തിൽ മുതലേ ഇത് സാഹിത്യമായിട്ട് നല്ല ബന്ധമുണ്ടല്ലോ, അപ്പൊ ആ ഒരു കരിയർ ബ്രേക്ക് കുറച്ച് ആ ഒരു സമൂഹത്തിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയ ആ ഒരു കരിയർ ബ്രേക്ക് എന്ന് പറഞ്ഞ സൃഷ്ടി ഏതാണ്? കവിതയോ കഥയാണോ? കവിതയായിരുന്നു. ആദ്യകാലങ്ങളിൽ ഞാൻ കവിതയാണ്. ഇപ്പോഴും ഞാൻ കുറെ കവിതകൾ എഴുതിയിട്ടുണ്ട്. ബാലസാഹിത്യം ഉണ്ട്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം പ്രപഞ്ചത്തെ കുറിച്ചാണ് കൂടുതലും എഴുതിയിരിക്കുന്നത്. ആദ്യത്തെ ചിലമ്പുന്ന നന്ദുണി. ഇനിയിപ്പോ ഒരെണ്ണം വരാൻ പോണ തപസ്ഥലി. ചിലമ്പുന്ന നന്ദുണിയിലെല്ലാം ഘടകങ്ങളും ഉണ്ട്. ഇപ്പം മഴയെ കുറിച്ചുണ്ട്, പിന്നെ പ്രണയത്തെ കുറിച്ചുണ്ട്, പ്രവാസത്തെ കുറിച്ചുണ്ട്, പിന്നെ വിരഹത്തെ കുറിച്ചുണ്ട്, ഇപ്പോൾ പെൺകുട്ടികളുടെ ഇടയിൽ നടക്കുന്ന സൂയിസൈഡിനെ കുറിച്ചുണ്ട്. എല്ലാറ്റിനെ കുറിച്ചും ഞാൻ എഴുതാറുണ്ട്. ഇപ്പോ നമ്മുടെ ഈ പ്രവാസ ജീവിതത്തില് ഒരുപാട് ഇപ്പൊ 40 വർഷത്തോളായി പ്രവാസ ജീവിതം നയിക്കുന്നു. ഇവിടെ ചേച്ചിയുടെ ആ ഒരു കലാസാഹിത്യത്തെ കുറിച്ചുള്ള ആ ഒരു ഇൻവോൾവ്മെന്റും അതെങ്ങനെയാ നടക്കുന്നത്? ഞാനിവിടെ വന്ന് ഒരു 6 മാസത്തിനകം ഇവിടുത്തെ വേദികളിൽ ഇറങ്ങി. വടക്ക് നിന്നുള്ള ആളുകളുണ്ടായിരുന്നു. ഞങ്ങള് മലപ്പുറം ആയിരിക്കുമ്പോഴും അവിടെ ചില ബാങ്കുകളുടെ മീറ്റിംഗ്, റോട്ടറി ക്ലബിലെ മെമ്പറായിരുന്നു, ലേഡീസ് ക്ലബ് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെയൊക്കെ കവിതയും ഉപന്യാസവും അല്ലാതെയൊക്കെ ഓരോ പ്രോഗ്രാമിലും പങ്കെടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവിടെയുള്ള മനുഷ്യർക്ക് എന്നെ കുറിച്ചും അറിയായിരുന്നു. അപ്പം അവരെയൊക്കെ പരിചയപ്പെട്ട് അവരൊക്കെ വിളിച്ചു. ഇവിടുത്തെ വേദികളിൽ കൂടുതലും വടക്കും എന്നുള്ളവരുണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ ക്ഷണിച്ച് ഇവിടെ വന്ന് 6 മാസത്തിനകം ഞാൻ ഇവിടുത്തെ വേദികളിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. അന്ന് കൂടുതലും കവിതയായിരുന്നു, പിന്നെ ചെറുകഥയും എഴുതും. പക്ഷെ അന്നത്തെ ഒരു ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാല് പുതുതായിട്ട് വരുന്നവരെയോ അല്ലെങ്കിൽ ജൂനിയേഴ്സിനെയോ ഒന്നും അത്ര അങ്ങ് അംഗീകരിക്കുന്ന ഒരു സാഹചര്യം അല്ലായിരുന്നു. കാരണം അവിടെ സീനിയേഴ്സായിട്ട് അതിനു മുമ്പ് വന്ന ആളുകളുണ്ടായിരുന്നു. അവര് പിടിച്ചടക്കിയ ഒരു വലിയ സിംഹാസനം ഉണ്ടായിരുന്നു അവിടെ. പിന്നീട് എല്ലാവർക്കും ഈ എന്റർടൈൻമെന്റും കൂടിയാണ്. അത് നല്ല തീമാണോ, ഒരു നല്ല എന്റർടൈനറാണോ, പിന്നെ പദപരിചയമുണ്ടോ, ലോക പരിജ്ഞാനമുണ്ടോ, ഇതൊക്കെ നോക്കിയാണ് മനുഷ്യര് ഒരു ആർട്ട്
ഒരു നമ്മള് ഒരു സൃഷ്ടി വിലയിരുത്തുന്നത്. അപ്പൊ അങ്ങനെ നോക്കിയപ്പോഴത്തേക്കിനും ആയിരിക്കാം, അതുകൊണ്ടായിരിക്കാം ചേച്ചിയെ പിന്നീടും അത് മുന്നോട്ട് പോകാനായിട്ട് പ്രൊസീഡ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു അവസരം ഉണ്ടായത്. അങ്ങനെ കൂടുതൽ കൂടുതൽ പുസ്തകങ്ങൾ എഴുതി, ട്രാവലോഗ് എഴുതിയിട്ടുണ്ട്, ഫിലോസഫിക്കൽ തിങ്കിങ് ഉണ്ട്, പിന്നെ പോയംസ് ഉണ്ട്, ഇപ്പം ഷോർട്ട് സ്റ്റോറീസ് വരുന്നുണ്ട്. ഏറ്റവും സ്ലോ ആകുന്നത് എൻ്റെ ചെറുകഥകള് ഞാൻ സ്റ്റഡി ചെയ്തിട്ടാണ് എഴുതുന്നത്, റിസർച്ച് നടത്തിയിട്ടാണ് ഞാൻ എഴുതുന്നത്. വളരെ സിലക്റ്റീവാണ് എൻ്റെ ചെറുകഥകൾ. അപ്പം അതിൻ്റെയൊക്കെ ബുക്കാണ് ഇപ്പൊ വരുന്നത്. ഇനിയിപ്പോ ഒരു 5 ബുക്കോളം. എൻ്റെ ഒരു സ്റ്റൈല്, എഴുതുന്ന സ്റ്റൈൽ എങ്ങനെയാണെന്ന് ചോദിച്ചാല്, എനിക്കിപ്പോ ഫിലോസഫിക്കൽ തിങ്കിങ് ആണ്, അതേക്കുറിച്ച് എഴുതണമെങ്കിൽ അതിരുന്ന് എഴുതും. ഇച്ചിരൂടെ കഴിഞ്ഞ് ഇന്ന് എനിക്കൊരു ചെറുകഥയാണ്, അതിൻ്റെ മൂഡാണെങ്കിൽ ആ മൂഡിലേക്ക് പോകും. പിന്നെ കവിത അത് 5 മിനിറ്റിനകം നമ്മുടെ ബ്രെയിനിൽ വന്നാൽ മതി. നമ്മള് കിച്ചണിൽ ഒരു കറിക്കരിഞ്ഞോണ്ടിരിക്കുകയാണെങ്കിലും നമ്മുടെ തലയിൽ ഒരു തീം വന്നു കഴിഞ്ഞാൽ അതിങ്ങനെ ഒഴുകിക്കോളും. ജീവാത്മാവും പരമാത്മാവും എന്ന് പറഞ്ഞ പോലാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കവിത. അപ്പം ട്രാവലോഗാണെങ്കിൽ നമ്മൾ വേഗം കുറിച്ച് വേഗം കാര്യങ്ങള് കുറിച്ചെടുത്തിട്ടും അതിന്റെ ഫോട്ടോസ് വെച്ചിട്ടും വേഗം തീർക്കണം. അല്ലെങ്കിൽ നമുക്കത് ബ്രേക്ക് ആയാല് ഒത്തിരി കാര്യങ്ങൾ വിട്ടുപോകും എന്നുള്ളതാണ്. അപ്പൊ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ നേരത്തെ എനിക്കൊരു പത്രം ഉണ്ടായിരുന്നു, ഇപ്പൊ അതില്ല. റിസഷൻ ടൈം വന്നപ്പോഴത്തേക്കിനും അത് നിർത്തിയതാണ്. മലയാളം നാടെന്ന് പറയുന്നു. അതിലെ ഒട്ടുമുക്കാലും വർക്ക് സ്പോർട്സും സിനിമയും ഒഴിച്ച് ബാക്കിയെല്ലാം തന്നെ ഞാൻ തന്നെയായിരുന്നു ചെയ്തത്. പക്ഷെ പേര് മാറ്റി വെക്കും, ചിലപ്പോ പൊളേറ്ററിന്റെ പേര് വെക്കും, ചിലപ്പോ ആനന്ദിന്റെ പേര് വെക്കും, പക്ഷെ എല്ലാം തന്നെ ചെയ്യുന്ന ഞാനായിരുന്നു. ഇന്റർനാഷണൽ പൊളിറ്റിക്സിനെ കുറിച്ച് ആനന്ദായിരുന്നു എനിക്ക് ഇംഗ്ലീഷില് അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ. അത് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിലാക്കി അതും ഞാൻ എഴുതിയിരുന്നു. എല്ലാവർക്കും അതൊരു വിലപ്പെട്ട സമ്പത്തായിരുന്നു. പക്ഷെ ഫിനാൻഷ്യലായിട്ട് അത് കൂടുതൽ മെച്ചപ്പെടാതെ നമ്മുടെ പണം പോകത്തില്ലേ, അതുകൊണ്ട് ഞാൻ നിർത്തിയതാണ്. നാട്ടില് കിട്ടിയ ഏറ്റവും വലിയൊരു ഓണർ എന്താണ്? നാട്ടിൽ നിന്ന് അവാർഡ് ആയിട്ട് നാട്ടിൽ നിന്ന് അടുത്തൊരു കാലം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കിട്ടിയത് എനിക്ക് ഉമ്മൻചാണ്ടിയുടെ കയ്യിൽ നിന്ന് കിട്ടിയ ഒരു ഗ്രന്ഥശ്രേഷ്ഠ പുരസ്കാരം. അത് കാസർഗോഡ് നിന്ന് ഞാൻ വാങ്ങിച്ചു. ഞങ്ങള് കുഞ്ഞുച്ച എന്നാണ് അദ്ദേഹത്തെ വിളിക്കുക. ഒരു 9 വയസ്സ് തൊട്ടുള്ള ഓർമ്മകളാ. അത് കവിതയ്ക്കാണോ അതോ അല്ല, അത് കവിതയ്ക്ക്, ബാലസാഹിത്യമായിരുന്നു, ഫോക്ലോർ അക്കാദമിന്റെ. അങ്ങനെ ഞാൻ അത് പോയി വായിച്ചത് അതെനിക്ക് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ ഈ അടുത്തൊരു കാലത്ത് നോർത്ത് അമേരിക്കൻ പ്രസ് ക്ലബിന്റെ ഒരു അവാർഡ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഞാൻ കൊച്ചിയിൽ നിന്ന് വാങ്ങിച്ചു. അതും എനിക്ക് വലിയ സന്തോഷമായി. അങ്ങനെ കുറെ. പിന്നെ കഴിഞ്ഞ വർഷം കേരള മഹാസഭ അല്ലെ, ഞാൻ അതിന്റെ പേര് മറന്നുപോയി, അതിന്റെ ഒരു അവാർഡ് ഇവിടെ ഇരിപ്പുണ്ട്, അവരും തന്നു എനിക്കൊരു അവാർഡ്. ഇവിടെ പ്രവാസ ജീവിതത്തിൽ മാഡം ചേച്ചി ഒരുപാട് സംഘടനകളിൽ ഉണ്ടല്ലോ, അതിൽ ഏറ്റവും കൂടുതൽ എൻഗേജ് ആയിരിക്കുന്ന സംഘടന ഏതാണ്? അത് ഈ സാഹിത്യപരമായിട്ട് അത് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, ആ ഒരു സംഘടനാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ? മോളെ, ഞാന് പാമിലാണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിരുന്നത്. എന്ന് പറഞ്ഞാൽ 82ഓളം പുസ്തകങ്ങൾ ഞങ്ങള് ഇറക്കിയിരുന്നു, സഹായിച്ചിരുന്നു. ഇവിടെ പാം എന്ന് പറയുന്ന പാം പബ്ലിക്കേഷൻ, പുസ്തകപ്പുര. അപ്പൊ അവിടെ 82ഓളം പുസ്തകങ്ങൾ ഇറക്കിയിരുന്നു. വളരെ സജീവമായിരുന്നു എല്ലാവരും. ഇപ്പൊ ഓരോരുത്തരുടെ മസ്കറ്റിലേക്കും നാട്ടിലേക്കും പിന്നെ ചിലര് മരണപ്പെട്ടിട്ടുണ്ട്, ആളുകൾ കുറഞ്ഞു വന്നു. പിന്നെ ഞാൻ ഇവിടുത്തെ എല്ലാ UAE-യിലുള്ള എല്ലാ ഓർഗനൈസേഷനിലും സജീവമായിരുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ ഞാൻ പ്രോഗ്രാംസിൽ പങ്കെടുത്തിട്ടുള്ള പുന്നയ്ക്ക് മുഹമ്മദ് അലിയുടെ ചിരന്തനയിലായിരുന്നു. ചിരന്തനയാണ് കൂടുതൽ. ബാക്കിയുള്ള എല്ലായിടത്തും തന്നെ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ ചിരന്തനയിലും മുറയ്ക്ക് പ്രോഗ്രാം വരുമ്പോ അത്രയും ഞാൻ ചിരന്തനയ്ക്ക് വേണ്ടി മുഹമ്മദ് അലിക്കും വേണ്ടി പങ്കെടുത്തിരുന്നു. ഇവിടുത്തെ അതായത് ഇപ്പോഴും ഉണ്ട് ചില സമയം. നേരത്തെയൊക്കെ
ചെറുപ്പകാലം 2-3 സ്റ്റേജ് പങ്കിടേണ്ടി വന്നു. അജ്മാനിന്ന് ഷാർജയിലെത്തും, ഷാർജയിൽ നിന്ന് ദുബൈയിലെത്തിയിട്ടുണ്ട്, സമയം അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പോഴും അത് വരാറുണ്ട് ചിലപ്പോഴ്. റെയറായിട്ട് ഈ അക്കാഫിന്റെ കോളേജുകളിലെ പ്രോഗ്രാം വന്നാൽ ചിലപ്പോൾ ദുബൈയിൽ നിന്ന് പങ്കെടുത്ത, അജ്മാനി പങ്കെടുത്ത് ചിലപ്പോൾ ഷാർജ വരേണ്ടി വരും. അങ്ങനെ വന്നിട്ടുണ്ട്. ഇപ്പോഴും സജീവമാണ്. സജീവമായി ഇരിക്കണല്ലോ ചുറുചുറുക്കോടെ. ചേച്ചിയുടെ ഈ വളർച്ച സോഷ്യൽ മീഡിയ എത്ര സ്വാധീനിച്ചിട്ടുണ്ട്? സോഷ്യൽ മീഡിയ വളരെയധികം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, വളരെയധികം. പണ്ടും ഇവിടുത്തെ തുടങ്ങിയിട്ടുള്ള ചാനലുകളൊക്കെ എനിക്ക് ഇന്റർവ്യൂ തന്നിട്ടുണ്ട്. പത്രങ്ങളൊക്കെ എൻ്റെ ഓരോ പ്രോഗ്രാമും അവര് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ഫോട്ടോസും ഇതുമെല്ലാം. ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ മീഡിയയും സോഷ്യൽ മീഡിയയും എല്ലാം വരും. അവരുമായിട്ടൊക്കെ ഇപ്പോഴും നല്ല സൗഹൃദം തന്നെയാണ്. ഓക്കെ. ഇവിടെ കിട്ടിയിട്ടുള്ള ഏറ്റവും UAE കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ അംഗീകാരവും അതുപോലെ തന്നെ അഭിമാനം തോന്നുന്ന ഒരു നിമിഷം എന്നൊക്കെ പറയില്ലേ നമ്മൾ? കാരണം കേരളത്തിൽ വന്ന് നമ്മൾ മറുനാട്ടിൽ വന്ന് ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു അഭിമാനവും അങ്ങനെയൊക്കെ തോന്നുന്ന നിമിഷങ്ങൾ ഏറ്റവും ഉണ്ടായിട്ടുള്ളത് ഏതാ, എപ്പോഴാ? മോളെ, എനിക്ക് അങ്ങനെ ആരെയും മാറ്റി നിർത്താൻ വയ്യ. എനിക്ക് ഒരുപാട് അവാർഡ് തന്ന മനുഷ്യരുണ്ട് ഇവിടെ. ഈ 40 വർഷമായി ഇവിടെ. ഈ 40 വർഷം കൊണ്ട് നിങ്ങൾ തന്നെ കാണുന്നുണ്ട്, ഈ വീട് നിറയെ അവാർഡുകളാണ്. ഇപ്പം പോളേട്ടനുമുണ്ട്, കുറച്ച് വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് 2 പേർ. ഇവിടെ ഇരിക്കുന്ന അവാർഡുകൾ പലതും ഞാൻ ഇവിടെ വെച്ചിട്ടില്ല, കുറെ ഞാൻ കൊച്ചിയിലെ വീട്ടിൽ വെച്ചിട്ടുണ്ട്. അത്രയ്ക്കും ആളുകള് അവാർഡുകൾ തന്നു സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഒരാള് മാറ്റി നിർത്തി വരും. പക്ഷെ എനിക്ക് ഇതിൽ ഏറ്റവും ഫണ്ണി ആയിട്ട് തോന്നുന്നു, ഫണ്ണി എന്നല്ല, വലിയ രസമുള്ള ഒരു കാര്യം, ഞാൻ അക്കാഫിൽ പങ്കെടുക്കുമ്പം യൂത്ത് ഫെസ്റ്റിവലില് പോലെ പണ്ട് നടത്തുമായിരുന്നു അക്കാഫ്, അതിൽ മുഴുവൻ പങ്കെടുക്കും. ഫോട്ടോഗ്രാഫിക്ക് തൊട്ട് മലയാളി മങ്കയ്ക്ക് വരെ എനിക്ക് അവാർഡ് കിട്ടി. 3 വർഷം ഞാൻ മലയാളി മങ്കയായിട്ട് അവാർഡ് വാങ്ങിച്ചു. അതാണ് ഇരിക്കുന്നത്. അത് ഏത് വർഷമാണ്? അത് വർഷം എന്നോട് ചോദിച്ചത് ഇയേഴ്സ് ബാക്ക്, ഒരു 20 വർഷമെങ്കിലും ചിലപ്പോ ഞാൻ അവിടുത്തെ മെമ്പർ എന്നുള്ള നിലയിൽ ചെല്ലുമ്പോഴായിരിക്കും പൊളേട്ടന്റെ അവിടെയുള്ള ഫ്രണ്ട്സ് സീനിയേഴ്സ് പറയുന്ന, ഷീല കയറി നില്ല് മലയാളി മങ്കയ്ക്ക്. ഞാൻ പറഞ്ഞു, ഞാനോ? അയ്യോ, എന്റെ കയ്യിൽ ഡ്രസ്സില്ല, എനിക്ക് വിളക്കില്ല, എനിക്ക് മുല്ലപ്പൂവില്ല. അപ്പോഴത്തേക്കിനും നമ്മുടെ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പം ഇവരാരെങ്കിലും ഒന്ന് നമ്മുടെ ഓഫീസിലെ ഡ്രൈവേഴ്സ് ആയിരിക്കും, അവരോടിപ്പോയി മുല്ലപ്പൂ വാങ്ങിച്ചുകൊണ്ട് വരും, വീട്ടിലിരിക്കുന്ന നിലവിളക്ക് എടുത്തുകൊണ്ട് വരും, ഈ എണ്ണ കൊണ്ട് അവരെ എല്ലാവരും കൂടി ഫ്രണ്ട്സും എല്ലാവരും കൂടി സ്റ്റേജിൽ കയറ്റും. അതെനിക്ക് വലിയ തമാശയായിരുന്നു. ആ ഒരു ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഇൻട്രസ്റ്റ് ഇപ്പോഴും ഉണ്ട്. അക്കാഫി ചെല്ലുമ്പോൾ അതൊരു ഫാമിലിയാണ്. അതെനിക്ക് നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഒരു വികാര. 27 വർഷമായിട്ട് 27 ഇയേഴ്സിലുള്ള ആ ബന്ധങ്ങള്. അവിടെ വന്നാല് നിങ്ങൾക്കറിയാം, നിങ്ങൾ പിള്ളേര് ഡാൻസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോഴും ഞാൻ നിങ്ങളുടെ കൂടെ ഡാൻസ് ചെയ്യും. അതെ. പിന്നെ ഈ വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ടോ? ഈ കലാസാഹിത്യപരമായിട്ടുള്ള വിമർശനങ്ങളൊക്കെ അതെങ്ങനെയാ നേരിടാൻ ആ ഒരു സ്ട്രെങ്ത്? ചില ആൾക്കാർക്ക് വിമർശനം കേൾക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ടെസ്റ്റ് ആവും. അപ്പൊ ചേച്ചി എങ്ങനെയാ അതിനെ സമീപിക്കുക? ഉണ്ടെങ്കിൽ വിമർശനം ആദ്യ കാലങ്ങളിലുണ്ടായിരുന്നു. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ പഴയ ആളുകള് അവർക്കൊരു സിംഹാസനം ഉണ്ടായിരുന്നു. അവിടെ പുതിയ ആളുകൾ കഥകൾ അവതരിപ്പിക്കുമ്പോഴും കഥകൾ അവതരിപ്പിക്കുന്നതായിരുന്നു അവർക്ക് ഏറ്റവും കൂടുതൽ ഇത്. കാരണം ഞാൻ കവിത ചൊല്ലുമ്പോഴും അല്ലാത്തപ്പോഴും അവർക്ക് അത്രയും വിഷമില്ലായിരുന്നു. 1-2 പ്രാവശ്യം അങ്ങനത്തെ വിമർശനം ഉണ്ടായിട്ടുണ്ട്. ഈ കഥ വർഷങ്ങൾക്ക് മുൻപുള്ളതാ, പണ്ട് ഭൂപരിഷ്കരണ നിയമം വന്നപ്പോൾ ഉള്ളതാ. പിന്നെ അതിനു മുമ്പ് വേറെ ഏതോ അങ്ങനല്ല തുടങ്ങണ്ട്, അവസാനത്തെ കാര്യം ആദ്യം തുടങ്ങണം, ആദ്യത്തെ കാര്യം അവസാനം എത്തിക്കണമെന്നോ ഇങ്ങനെ ഏതാണ്ടൊക്കെ പറഞ്ഞ് ഏതോ മെത്തേഡൊക്കെ പറയും. ഇവിടെ അന്നത്തെ കാലത്ത് നല്ല കഥകൾ എഴുതുന്ന വളരെ എനർജറ്റിക് ആയിട്ടുള്ള ലേഡീസ് ഉണ്ടായിരുന്നു. അവരെ ഒന്നും അംഗീകരിച്ചില്ല. അതിനെ ആദ്യം ഞാൻ പറഞ്ഞു, അവരുടെയൊക്കെ എല്ലാ കഥകളും നിങ്ങളിങ്ങനെ വെട്ടിഞ്ഞുറുക്കി കാറ്റിൽ പറത്തിയാല് എന്ന് പറഞ്ഞിട്ട് ഞാൻ അന്ന് പ്രതികരിച്ചിരുന്നു.
ഇങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല എല്ലാത്തിനെയും നുള്ളിയെറിയും. പക്ഷെ അവരൊക്കെ മടുത്തിട്ട് അവർ പിന്മാറി. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വീണ്ടും എന്റെ കർമ്മം ചെയ്തു. ദൈവം തന്നിട്ടുള്ള കഴിവ് അത് ആരുടെയും അംഗീകാരം ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളതല്ല. നമ്മുടെ ഇഷ്ടപ്രകാരം ലോകത്തിന് നന്മ വരും, അല്ലെങ്കിൽ അതൊരു വലിയ ഒരു നമ്മുടെ കർമ്മങ്ങൾ, നമ്മൾക്ക് കിട്ടിയ ടാലൻസ് പൂർത്തിയാക്കുക, അത് ദൈവത്തിന് സമർപ്പിക്കുക, ലോകത്തിന് സമർപ്പിക്കുക എന്ന് വിചാരിച്ച് ഞാൻ മുന്നേറി. ചലച്ചിത്ര രംഗത്ത് ചേച്ചിയുടെ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു? പാട്ട് അങ്ങനെയുള്ള എന്തെങ്കിലും? ചലച്ചിത്ര രംഗത്തേക്ക് എന്നെ കൈപിടിച്ചു കൊണ്ടുവന്നത് എം.എ. നിഷാദാണ്. എം.എ. നിഷാദ് കൊച്ചിയിലെ നമ്മുടെ ഫാമിലി ഫ്രണ്ടുമാ. അപ്പം ഒരു ദിവസം പടം എടുത്തപ്പോ പറഞ്ഞു, ഞാന് ഒരു പടം എടുക്കുന്നുണ്ടെങ്കിൽ ചേച്ചിയെ വേണം പാട്ട് എഴുതാൻ എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് ആദ്യത്തെ പാട്ട് തരുന്നത്. അത് ഏത് വർഷമായിരുന്നു? അത് 6-7 വർഷമായിരുന്നു തോന്നുന്നു. അപ്പം കിണർന്ന് പറഞ്ഞ പടം എടുത്തപ്പം അങ്ങനെ എനിക്ക് പാട്ട് തന്നു. ആ പാട്ടിന് പിന്നെ കല്ലറ ഗോപൻ അവാർഡും കിട്ടി. പക്ഷെ എന്റെ അദ്ദേഹം പാടിയതിന് അവാർഡ് കിട്ടി, എനിക്ക് ഒന്നും കിട്ടിയില്ല. എങ്കിലും സന്തോഷമുണ്ട്. ആദ്യത്തെ പാട്ടിന് തന്നെ ഗോപന് ആ പാട്ടിന് അവാർഡ് കിട്ടി. പിന്നെ അത് തമിഴിലേക്ക് വിവർത്തനം ചെയ്തു. ഇപ്പൊ ഓൺഗോയിങ് ആയിട്ടുള്ള പിന്നെയും ഉണ്ട്. പിന്നെ ഇവിടെ ജാക്കിയുടെ ഒരു പടം എടുത്തു, ഫേസ് ഓഫ് എന്ന് പറഞ്ഞ്, ജാക്കി റഹ്മാൻ, UAE ജാക്കി റഹ്മാന്റെ. അപ്പം ജാക്കിയുടെ ഫേസ് ഓഫ് എന്ന് പറഞ്ഞ പടത്തിൽ ഞാൻ പാട്ട് എഴുതി. പിന്നെ അഗസ്റ്റിനും ഷഫീറായിരുന്നു അതിന്റെ ഡയറക്ടർ. നമ്രൂദ് ആ പടം പക്ഷെ ഇതുവരെ ഷൂട്ട് ചെയ്ത് പൂർത്തിയായിട്ടില്ല, റിലീസായിട്ടില്ല. അതിലും നല്ലൊരു പാട്ട് എഴുതി. അതിൽ ഷഫീർ ആയിരുന്നു അതിന്റെ മ്യൂസിക് ഡയറക്ടർ. നല്ലൊരു ഡയറക്ടറുമാണ്. അമേസിങ് എന്ന് പറയാം. അത് റിലീസ് ചെയ്യാൻ ഞാൻ ഇങ്ങനെ കാത്തിരിക്കുന്നു. പിന്നെ ഒരിക്കൽ ഒരു പാട്ട് എഴുതി പ്രവാസത്തെ കുറിച്ച്. പക്ഷെ അങ്ങനെ പേര് ഞാനിപ്പം മറന്നുപോയി. അത് ഇതുവരെ അത് ഒന്നും ആയിട്ടില്ല, റിലീസായിട്ടില്ല. ഇപ്പൊ ഓൺഗോയിങ് ആയിട്ടുള്ള കഥ, കവിത, പാട്ട് ഏതെങ്കിലും ഉണ്ടോ? ഞാന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ വേണുഗോപാല്, മിൻമിനി, അനിഷ, പിന്നെ കടക്കൽ ബാലചന്ദ്രൻ, അദ്ദേഹം ഇന്നില്ല, 4-5 വർഷമായി, അങ്ങനെ മരിച്ചുപോയി. അങ്ങേരായിരുന്നു അതിന്റെ ഡയറക്ടർ. തീർത്ഥാടനം എന്ന ഒരു ഡിവോഷണൽ സോങ് കളക്ഷൻസ് അത് ചെയ്തു. അത് ഇപ്പം വിഷ്വലൈസ് ചെയ്യുവാണ്. യൂട്യൂബിലേക്ക് വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനുള്ള തയ്യാറെടുപ്പിലാണ്. പിന്നെ ഇപ്പം പ്രണവം എന്ന് പറഞ്ഞ അയ്യപ്പനെ കുറിച്ചൊരു CD ഞാൻ ചെയ്തു. അത് ആൽബം വിഷ്വലൈസ് ചെയ്യുകയാണ്. അപ്പൊ ഇത് രണ്ടും എൻ്റെ ജീവിതത്തിലെ വലിയൊരു സന്തോഷകരമായ ഒരു വഴിത്തിരിവാണ്. കുട്ടികൾക്കുള്ള ഏതെങ്കിലും ഇപ്പോ ചെയ്യുന്നുണ്ട്? ഏതെങ്കിലും സ്റ്റോറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പല സാഹിത്യ കഥകളോ, സ്റ്റോറി, ചെറിയ ചെറിയ ഷോർട്ട് സ്റ്റോറീസ്, അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അടുത്തത് ഞാൻ അത് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. കാരണം ഒരുപാട് പേര് ആവശ്യപ്പെട്ടു. ഞാൻ ബാലസാഹിത്യം ചെയ്തു, കവിതകള്. അത് ചൂടപ്പം പോലെ വിറ്റുപോകുന്നു. എനിക്ക് അതിൽ വലിയ സന്തോഷം. എൻ്റെ ബുക്കുകളെല്ലാം വളരെ ഹോട്ട് കേക്ക് പോലെ വിറ്റു പോകുന്നുണ്ട്. ട്രാവലോഗൊക്കെ ആണെങ്കിലും അതുപോലെ ഹരിതത്തിന് കൊടുത്ത് ഞാൻ ശാന്തിരത്യകള്, അതിന് നല്ല ഡിമാൻഡാണ്. അപ്പം ഇപ്പൊ പുതുതായിട്ട് ആളുകൾ പറഞ്ഞിരിക്കുകയാണ് ഷോർട്ട് സ്റ്റോറി കുട്ടികൾക്ക് വേണ്ടിയിട്ട് വേണമെന്ന്. പക്ഷെ മോളെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പ്രയാസം എഴുതാന് ഈ ഷോർട്ട് സ്റ്റോറി ആണെന്ന് എനിക്ക് തോന്നാറുണ്ട്. ടൈം എടുക്കുന്നു. ഈ ആശയങ്ങളൊക്കെ പെട്ടെന്ന് നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴാണ് ഈ ആശയങ്ങൾ വരികയാണ്. അപ്പൊ ആ ഒറ്റരിപ്പിൽ അത് എഴുതി തീർക്കോ, അല്ലാതെ ഇങ്ങനെ ഘട്ടം ഘട്ടമായി ആണോ? എങ്ങനെയാണ് ചേച്ചിയുടെ വേ ഓഫ് റൈറ്റിംഗ്? ഞാൻ കവിത എഴുതാനിരുന്ന ഞാൻ മോളോട് പറഞ്ഞല്ലോ, ബ്രെയിനിൽ ഒരു തീം കിട്ടിക്കഴിഞ്ഞാൽ അതിങ്ങനെ ഒഴുകും. സത്യം പറഞ്ഞാൽ പണ്ടൊക്കെ ഒരു 15 മിനിറ്റ് മതി വേഗം അത് എഴുതി തീരാന്. പക്ഷെ ഇപ്പൊ അതിലും കൂടുതൽ ഇച്ചിലൂടെ ഞാൻ ചിന്തിക്കും.
അതെനിക്ക് തോന്നുന്നത് ജീവിതത്തിന്റെ തിരക്ക് ഏറി പഴയ അത്രയും നിങ്ങൾക്കറിയാം ഏകാന്തത കിട്ടുന്നില്ല. ഏകാന്തത മിറക്കിൾ പ്രവർത്തിക്കും. നമ്മൾ പോലും അതിശയിച്ചു പോയി ഇത് നമ്മളാണോ എഴുതിയെന്ന്. അത്രമാത്രം അതീന്ദ്രിയജ്ഞാനം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ കിടക്കുന്ന സാധനങ്ങളായി ഈ ഏകാന്തതയിൽ ഇങ്ങനെ ഒഴുകുന്നത്. അപ്പം അത്രയും ഏകാന്തത കിട്ടുന്നില്ല. ഭയങ്കര ബിസി ലൈഫാണ്. ആ ബഹളങ്ങൾ കാത്തു നിന്നുകൊണ്ടാണ് ഇപ്പൊ എഴുതുന്നത്. പക്ഷെ എങ്കിലും അതുകൊണ്ടാണ് കുറച്ചുകൂടെ സ്ലോ ആകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഒരു ഏജ് പഴയ ചെറുപ്പം അങ്ങോട്ട് കഴിഞ്ഞു. അപ്പൊ അതും ചിലപ്പമാകാം. ഇപ്പം കോമഡി ഏതെങ്കിലും തീമായിട്ട് എടുത്തിട്ടുണ്ടോ, എഴുതിയിട്ടുണ്ടോ? ഇവൻ കോമഡി ഞാൻ ചെറുകഥകൾക്കകത്ത് കയറ്റുമെന്നേ ഉള്ളൂ. പിന്നെ ഞാൻ ഇപ്പം ഇതൊക്കെ ചോദിച്ചപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, പള്ളികളില് ഈ പ്രോഗ്രാംസ് വരുമ്പോ അച്ഛന്മാരെന്നോട് പറയുന്നു, ഷീല ഒരു സ്ക്രിപ്റ്റ് എഴുതി തന്നെ നാടകത്തിന്. അതിനാദ്യം കേറ്റുമായിരുന്നു കോമഡി പറഞ്ഞ പോലെ ഇച്ചിരി പ്രയാസമാണ്. കോമഡി വഴങ്ങണമെന്നുണ്ടെങ്കിൽ അത്രയും ഹാസ്യം നമ്മുടെ മനസ്സിലും വേണം. ഹാസ്യം ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ ചിരിക്കുന്ന ആളാണ്. ഇപ്പോ ഇനി എന്തെങ്കിലും ഒരു ഡ്രീം പ്രൊജക്ട് എന്ന് പറയാനുണ്ടോ? എന്തെങ്കിലും കുറച്ചും കൂടെ കൂടുതലായിട്ട് ഇന്നൊരു ടോപ്പിക്കിനെ കുറിച്ച് എനിക്ക് എഴുതണം, പബ്ലിഷ് ചെയ്യണം എന്നുള്ള ഏതെങ്കിലും ഡ്രീം പ്രൊജക്ട് മനസ്സിലുണ്ടോ? ഉണ്ട്. ഒന്ന് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റോറി. പിന്നെ ഞാൻ കണ്ട മഹാരഥന്മാർ എന്ന് പറഞ്ഞിട്ട് കുറെ പേരുണ്ട്. അപ്പൊ കുറച്ച് ഞാൻ എഴുതി കഴിഞ്ഞു. അമ്പിളിച്ചേട്ടനെയൊക്കെ അന്ന് പത്രം ഉള്ളപ്പോ ഞാൻ കുറച്ച് പേര് എഴുതി കഴിഞ്ഞു. പിന്നെ എന്നെ പഠിപ്പിച്ച ചില തിരുമേനിമാരുണ്ട്, എൻ്റെ കസിൻ തിരുമേനിമാരുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ സുരേഷിനെ ഒക്കെ പോലെ കേന്ദ്രമന്ത്രിയായിട്ടിരിക്കുന്നവരുണ്ട്. വേണു രാജാമണി സാറിനെ കുറിച്ച് ഞാൻ എഴുതി കഴിഞ്ഞു, ഇവിടുത്തെ ഇന്ത്യൻ അംബാസിഡർ ആയിരുന്നു. പിന്നെയും ന്യൂസിലൻഡിന്റെ ഒക്കെ അംബാസിഡർ. എന്നാൾ ഞാൻ സാറിനോട് പറഞ്ഞു, ഞാൻ പഴയത് മാത്രം മതിയോ, അല്ലാത്ത പുതിയ കുറച്ച് ഡീറ്റെയിൽസ് ഷീല വിളിച്ചാൽ മതി, തരാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ കുറെ പേര് ഇനി വരാനുണ്ട്. അപ്പൊ അതിന്റെ ഒരു ബുക്കുണ്ട്. പിന്നെ ഈ ചെറുകഥകളുണ്ട്. പിന്നെ ഈ ഫിലോസഫിക്കൽ തിങ്കിങ് അതിന്റെ ഉണ്ട്. ഈ കുട്ടികളുടെ കഥയുണ്ട്. ഒരെണ്ണം കൂടെ ട്രാവലോഗ് 42 രാജ്യങ്ങളുടെ ഓളം സഞ്ചരിച്ചു. അത് മുഴുവനൊന്നും എഴുതി തീരത്തില്ല എങ്കിലും മുന്നേ പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ ട്രാവലോഗ്? ഉണ്ട്. ഞാൻ അതെല്ലാം കൂടെ ആക്കി. കാരണം അത് ടർക്കിയില് എഫേസസിലെ മാതാവ് ജീസസിന്റെ ക്രൂസിഫിക്കേഷന് ശേഷം വിശുദ്ധ യോഹന്നാനോടൊപ്പം ജീവിച്ച ഒരു വീടുണ്ടായിരുന്നു. അപ്പൊ അവിടെ എനിക്ക് പോകാനായിട്ട് പറ്റി. അവിടെ എനിക്ക് പോകാൻ പറ്റി, അതിനെക്കുറിച്ചൊക്കെ എഴുതാൻ പറ്റി. പിന്നെ ഞാൻ ഈജിപ്തിൽ പോയിരുന്നു. അപ്പം മാതാവും ജോസഫ് പിതാവും ഈ കുഞ്ഞിനെയും കൊണ്ട് കൊല്ലുന്നതിന്, ഹെരോദാവ് കൊന്നുകളയുന്നതിന് ഒളിച്ചു താമസിച്ച ഇടങ്ങളുണ്ടായിരുന്നു ഈജിപ്തില്. അതിനെക്കുറിച്ച് എഴുതി. പിന്നെ സൈപ്രസില് സെല്ലാസറിനെ ഉയർപ്പിച്ചിട്ടുണ്ട്. മരിച്ചിട്ട് ഉയർപ്പിച്ച ഒരാളാണ് സെല്ലാസർ. അപ്പം സെല്ലാസർ കബറടങ്ങിയിരിക്കുന്ന സ്ഥലം സൈപ്രസ് ആയിരുന്നു. അപ്പൊ അവിടെയും ഞാൻ പോയി, കല്ലറയിൽ പോകാൻ പറ്റി. അപ്പൊ ഇതും എല്ലാം കൂടെ. പിന്നെ മസ്കറ്റില് ആയൂബ് നബിയുടെ ഒരു കല്ലറയുണ്ട്. ദൈവത്തെ ഏറ്റവും കൂടുതൽ കഷ്ടതകൾ അങ്ങേയറ്റം കൊടുത്തിട്ടും ഏറ്റവും കൂടുതൽ ദൈവത്തെ ആരാധിക്കുകയും തള്ളിപ്പറയുകയും അടിയുറച്ച് വിശ്വസിക്കുകയും ചെയ്ത ഒരാളാണ് അയ്യൂബ് നബി. മുസ്ലിം സമുദായത്തെ അയ്യൂബ് എന്ന് പറയും, ബൈബിളിൽ ഇയ്യോബ് എന്ന് പറയും. എൻ്റെ മമ്മിയുടെ ഏറ്റവും കൂടുതൽ ഐഡിൽ മാൻ എന്ന് പറഞ്ഞാല്, ഏറ്റവും കൂടുതൽ ബൈബിളിൽ സ്നേഹിച്ചിരുന്ന ആള് എൻ്റെ മമ്മി. യോബിനെ പോലെ ആകണം, വിശ്വാസത്തിൽ നിങ്ങൾ യാക്കോബിനെ പോലെ ആകണം, സഹനത്തിൽ നിങ്ങൾ യോബിനെ പോലെ ആകണമെന്ന്. അത് മുഹമ്മദ് അലി പടിയത്ത് എന്ന് പറയുന്ന ഒരു അങ്കിൾ ഉണ്ടായിരുന്നു അവിടെ ഞാൻ വരുന്ന കാലം. അങ്ങനെ സ്ത്രീധനത്തിനെതിരെയൊക്കെ പട നയിച്ച ഒരാളാണ്. അപ്പൊ അങ്ങേര് നടത്തുന്ന അങ്ങേർക്ക് ഒരു ഓർഗനൈസേഷൻ പോലെ ഉണ്ടായിരുന്നു. അപ്പം അവിടെ ജബാരി സാഹിബ് ഉണ്ടായിരുന്നു. അപ്പൊ ഇവരെല്ലാരും കൂടെ ഓർഗനൈസ് ചെയ്ത ഒരു ഓർഗനൈസേഷൻ ആയിരുന്നു അത്. അപ്പൊ അവിടെ അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമായിരുന്നു അയ്യൂബ് നബിയുടെ. അതറിഞ്ഞ് ഞാൻ അത് വായിച്ച് സലാലയിലാന്നറിഞ്ഞ് ഞാൻ അവിടെ പോയി. വീണ്ടും ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ മോളോട് പറഞ്ഞിട്ടിരിക്കുകയാണ്, എനിക്ക് ഒന്നുകൂടെ പോണം, വീണ്ടും പോണം. അങ്ങനെ ഒത്തിരി സ്ഥലം. പിന്നെ മാതാവിന്റെ
കന്യാമാതാവിന്റെ മേരി മാതാവിന്റെ പിതാവ് കബറടങ്ങിയ സ്ഥലം കൂടാണ് അവിടെ. ബൈബിളിൽ യുയാഖീം എന്നാണ് പറയുന്നത്, പക്ഷെ ഇസ്ലാം മതത്തിൽ വേറെ എന്തോ ആണ്. പിന്നെ ചേരമാൻ പെരുമാൾ ഇവരൊക്കെ കബറടങ്ങിയ സ്ഥലമാണ് സലാല. അപ്പൊ അവിടെയൊക്കെ പോകാൻ തുടങ്ങി. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടി വെച്ചാണ് ഞാൻ മിറിയമന, ആ പുസ്തകത്തിന് നല്ല ചെലവാ. അത് ഏത് ഇയർ ആയിരുന്നു? അത് കറന്റ് ബുക്സ് ആണ് ഏറ്റെടുത്തത്. അപ്പൊ ഇതെല്ലാം കൂടെ എന്റെ ഈ വിശ്വാസങ്ങൾ, ഈ പോയ കാര്യങ്ങളും ഇതെല്ലാം കൂടെ ഇനി അടുത്ത ദൈവം അനുവദിച്ചാല് എനിക്ക് എന്താണ് ജീസസ് നടന്ന വഴികളിൽ ആ വഴിയെ എന്ന് പറഞ്ഞിട്ട്, അപ്പൊ എനിക്ക് പോകാനുണ്ട്. ഇനിയും ഗ്രീസിലേക്ക് പോകണം. പത്മോസ് ഐലൻഡ്, അവിടെ ഇരുന്നാണ് വിശുദ്ധ യോഹന്നാൻ പുതിയ നിയമം എഴുതുന്നത്. അപ്പൊ അങ്ങനെ ചില സ്ഥലങ്ങളിലും കൂടി ഒന്ന് പോകാൻ ഒത്തെങ്കിൽ അവിടെ പോയിട്ട് വേണം അത് പ്രൊസീഡ് ചെയ്യാനെന്ന് എനിക്ക് തോന്നുന്നു. ചേച്ചിയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു വ്യക്തി ആരാ? എന്നെ സ്വാധീനിച്ച വ്യക്തികൾ എന്ന് പറഞ്ഞാല് എൻ്റെ ഗ്രാൻഡ് മദർ. ഞാൻ കണ്ട ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭക്തിയും ശുദ്ധിയും, ഞാൻ ഈ കണ്ട എനിക്ക് നൽകിയ അല്ലെ ഞാൻ കണ്ട വിസ്ഡം എന്ന് പറയുന്ന അതെൻ്റെ മമ്മിയായിരുന്നു. ഞാൻ കണ്ട സത്യം എന്ന് പറയുന്നത് എൻ്റെ ഫാദറായിരുന്നു. ഞാൻ കണ്ട കർമ്മം എന്ന് പറയുന്നത് എൻ്റെ ഭർത്താവാണ്, പോൾ ടി ജോസഫ്. അപ്പം ഈ 4 പേരും എന്നെ സ്വാധീനിച്ചാണ്. പോളേട്ടനാണ് എൻ്റെ ജീവിതത്തിലെ എല്ലാ വിജയം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാം എന്നെ മോൾഡ് ചെയ്തെടുത്തു. എൻ്റെ ഗ്രാൻഡ് മദർ, എൻ്റെ ഫാദർ, മദർ എല്ലാവരും എന്നെ മോൾഡ് ചെയ്തെടുക്കാൻ ശ്രമിച്ചു. പക്ഷേ എന്നെ ഈ നിലയില് വിജയത്തിലേക്ക് ഉള്ള പടവുകൾ എൻ്റെ ഏറ്റവും നല്ല ക്രിറ്റിക്കും പോളേട്ടൻ തന്നെയാണ്. അത്ര സ്ട്രിക്റ്റ് ആണ് എൻ്റെ എഴുതുന്ന കാര്യത്തില്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും ക്രിറ്റിസൈസ് ചെയ്യുന്നതും നല്ല ക്രിറ്റിക്കും എന്നെ മുന്നോട്ട് നയിക്കുന്ന എൻ്റെ എനർജിയും എൻ്റെ എന്താണ് പ്രൊമോട്ടറും എല്ലാം എൻ്റെ ഹസ്ബൻഡും എല്ലാം പോളേട്ടൻ തന്നെയാണ്. ഈ ഒരു റെസ്റ്റിംഗ് ടൈം ചേച്ചിയുടെ കൃതികളിൽ കൂടുതൽ പ്രതിഫലിക്കും എന്ന് എനിക്കൊരു വിശ്വാസം, അല്ലെ? കാരണം കൂടുതൽ ടൈം, കാരണം ബിസിനസ് ചെയ്യുമ്പോൾ അതിൽ കൂടെ ആകുമ്പോൾ ഇതിലാകുമ്പോൾ ഇതിൽ മാത്രം കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാം. അപ്പം ചേച്ചിയുടെ ഇനിയുള്ള സൃഷ്ടികളിൽ ആ ഒരു കൂടുതൽ കുറച്ചും കൂടി അധികം കോൺട്രിബ്യൂഷൻസ് നമുക്ക് കാണാൻ പറ്റും, അല്ലെ? എന്ന് വിചാരിക്കാം. എങ്കിലും ഓടി നടക്കുന്നുണ്ട്. പബ്ലിക് ഫംഗ്ഷൻ കുറെ ഉണ്ട്. ഇപ്പോഴും ബിസിയാണ്. അങ്ങനെ പോണ മോളെ ദൈവം നടത്തട്ടെ എന്ന്. അതെ. പിന്നെ ഒരു ലാസ്റ്റ് ആയിട്ട് ഒരു കാര്യം, നമ്മുടെ വളർന്നു വരുന്ന തലമുറയ്ക്ക് എന്താണ് ഒരു അഡ്വൈസ് കൊടുക്കാനുള്ളത്? എനിക്ക് അവരോട് പറയാനുള്ളത് സ്നേഹം, എല്ലാവരും സ്നേഹിക്കുക. പിന്നെ എമ്പതി അത്യാവശ്യമാണ്. നമ്മൾ നമുക്ക് വേണ്ടി മാത്രം ജീവിച്ചിട്ട് കാര്യമല്ല. നല്ല കർമ്മങ്ങൾ കാഴ്ചവെക്കുക, എല്ലാവരെയും സ്നേഹിക്കുക. നമ്മൾ ജീവിക്കുന്നതിനോടൊപ്പം നമ്മുടെ സഹജീവികൾക്കും അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. നന്മകളെ അംഗീകരിക്കുക, അന്യരിൽ നന്മ കണ്ട് സന്തോഷിക്കുക. അപ്പം തന്നെ നമുക്ക് നല്ലൊരു പീസ് ഓഫ് മൈൻഡ് കിട്ടും, നമ്മുടെ മനസ്സ് ശുദ്ധമാകും. അതാണ് പ്രാർത്ഥിക്കുക. പ്രേ വിത്തൗട്ട് സീസിങ് എന്ന് പറഞ്ഞ പോലെ കുട്ടികൾ പ്രാർത്ഥിക്കാൻ പഠിക്കണം. എപ്പോഴും ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുക. അതാണ് ആകെ ഒരു ഈശ്വരനുള്ള. നമ്മൾ പല രൂപത്തില്, പല ഭാവത്തില്, പല വിശ്വാസങ്ങളില് നമ്മൾ ഒന്നു ചേരുകയാണ് ചെയ്യുന്നത്, അല്ലേ? അതില് നമ്മൾ ബഹുമാനിക്കേണ്ട ഈ രാജ്യത്തെയാണ്. ഇവിടുത്തെ റൂളേഴ്സിനെ എത്ര അഭിനന്ദിച്ചാലും പോലെ. ശരിക്കും അതെന്താണെന്ന് ചോദിച്ചാല്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന, ദേവാലയങ്ങളിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനയും അല്ലാഹു അക്ബർ എന്ന തൊട്ടടുത്ത മോസ്കിൽ നിന്ന് ഉയരുന്ന തമ്പുരാനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകളും ആ ക്ഷേത്രത്തിൽ നിന്നുമുള്ള ഉഷപൂജാ മന്ത്രങ്ങൾ ഇവിടുത്തെ കാറ്റിൽ ഒന്നായി ലയിക്കുന്നു. അതാണ് ഈ നാടിന്റെ മഹത്വം. ഈ ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ ഒരു തിലകക്കുറിയായി
ഈ UAE-യും ഈ ഗൾഫ് രാജ്യങ്ങൾ മാറിയതിന്, പ്രത്യേകിച്ച് UAE അതെ. മാറിയതിന്റെ ഉത്തമ ഉദാഹരണം അവരുടെ ഏറ്റവും വലിയ സഹൃദയത്വവും അവരുടെ നിരുപമമായ നമുക്ക് നൽകുന്ന സ്നേഹവും സ്വാതന്ത്ര്യവുമാണ്. അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, അതെ അതെ നമുക്ക് ആവശ്യത്തിനുള്ള സ്വാതന്ത്ര്യം തരുന്നുണ്ട്. തെറ്റ് ചെയ്യാൻ അവരെ അനുവദിക്കത്തുമില്ല. എന്തായാലും നമ്മളോട് കൂടെ ചേച്ചിയുടെ ഒരുപാട് നല്ല അനുഭവങ്ങളും കൂടുതൽ എന്താ പറയാ രസകരമായിട്ട് നമ്മളോട് പങ്കുവെച്ച ഷീല ചേച്ചിക്ക് ഇനിയുള്ള സൃഷ്ടികൾ, അതുപോലെ തന്നെ ഇനി പുറത്തു വരാനുള്ള പബ്ലിഷ് ചെയ്യാനുള്ള ഒരുപാട് സൃഷ്ടികൾ, അത് കവിതയായാലും സാഹിത്യമായാലും മറ്റുള്ള ട്രാവൽ വ്ളോഗ് ആയിരിക്കും, പിന്നെ ബണ്ടിൽസ് ഓഫ് സ്റ്റോറീസ്, ഷോർട്ട് സ്റ്റോറി, ഒത്തിരി എല്ലാ രീതിയിലും ചേച്ചി ഒരു ബണ്ടിൽസ് ഇപ്പോഴും ചേച്ചിയുടെ കയ്യിൽ പെൻഡിങ് ഉണ്ട്. അത് നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മുടെ കൈകളിൽ എത്താൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഒപ്പം ഇതുപോലെ തന്നെ ചുറുചുറുക്കോടെ കണ്ടില്ലേ നമ്മുടെ ലാവണിയും സുന്ദരിക്കുട്ടിയായിട്ട് ഇതുപോലെ ആരോഗ്യ സൗഖ്യത്തോടു കൂടി ഒരുപാട് വർഷം ഇതുപോലെ പുഞ്ചിരിച്ച് എനർജറ്റിക് ആയിട്ട് നമുക്ക് കാണാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ ആശംസകളും, എല്ലാവിധ താങ്ക് യു രേഖ. നിങ്ങളുടെ യൂട്യൂബിന് ആദ്യത്തെ ഇന്റർവ്യൂ എന്റെ ആണെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും മേൽക്കുമേൽ നന്മ വരണം എന്ന് മാത്രമാണ് ഞങ്ങളുടെ പ്രാർത്ഥന. ഞങ്ങൾക്ക് ദൈവം ദീർഘായുസ്സും ഒക്കെ തന്നിങ്ങനെ പോകുന്നത്, ഞങ്ങളിങ്ങനെ രേഖ ചോദിച്ചതുപോലെ ചേച്ചി ഇപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുന്നല്ലോ, വളരെയും സന്തോഷത്തോടെ ഇരിക്കുന്നല്ലോ എന്ന് പറയുന്നതിന്റെ പിന്നിലുള്ള കാരണം നിങ്ങളുടെയൊക്കെ സ്നേഹം, നിങ്ങളെ സ്നേഹിക്കുന്നത് അത്ര തന്നെ. അപ്പൊ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും. നന്ദി, നമസ്കാരം.